വിദേശ നയ പോളിസിയുമായി ബന്ധപ്പെട്ടല്ല, വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ത്യക്ക് താരിഫ് ഉയർത്തിയതെന്ന്. മറ്റൊന്ന്, ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ട്രംപ് പറഞ്ഞുവിട്ടാണ് നമ്മൾ വെടി നിർത്തിയത് എന്ന് പറയാത്തത്. അതുവഴി ട്രംപിന് നൊബേൽ സമ്മാനത്തിനുള്ള ഒരു നീക്കത്തിലേക്ക് ട്രംപ് കടന്നപ്പോൾ അത് മുളയിലെ നരേന്ദ്രമോദി നുള്ളി എന്നുള്ളതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇപ്പോ സൗദി അറേബ്യയ്ക്കും ഒരുപക്ഷെ റഷ്യയ്ക്കും കൂടി ഒരു ചെറിയ പണി വരുന്ന തരത്തിലേക്കാണ് ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത്. അതായത് 2020 വരെ നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് സൗദിയിൽ നിന്നായിരുന്നു. പിന്നീട് അത് ഇറാഖിൽ നിന്നായി. സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങൽ കുറച്ചിട്ട് നമ്മൾ അത് ഇറാഖിൽ നിന്ന് വാങ്ങി. പിന്നീട് ആണ് റഷ്യയുടെ വരവ്. കാരണം നമ്മുടെ രൂപയ്ക്ക് മൂല്യമായി നമ്മൾ എണ്ണ വാങ്ങുന്നു. റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. അങ്ങനെ റഷ്യയിൽ നിന്ന് അമേരിക്കയെ ഭയന്ന് മറ്റു രാജ്യങ്ങൾ എണ്ണ വാങ്ങാതെയായി. ആ സമയത്ത് ഇന്ത്യ പറഞ്ഞു, രൂപയ്ക്ക് അനുസൃതമായി എണ്ണ തരുമെങ്കിൽ, അതായത് ഞങ്ങളുടെ രൂപ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എണ്ണ തരുമെങ്കിൽ ഞങ്ങൾ എണ്ണ വാങ്ങാം. ആ സമയത്ത് നിക്കക്കളില്ലാതെ ഒരുപക്ഷെ റഷ്യക്ക് അത് ചെയ്യേണ്ടി വന്നു. അങ്ങനെ റഷ്യ രൂപയ്ക്ക് നമുക്ക് എണ്ണ, റഷ്യയുടെ രൂപ, ഇന്ത്യയുടെ രൂപ നൽകിക്കൊണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്ന ഒരു തരത്തിലേക്ക് നീങ്ങിയിരുന്നു. അപ്പോ അത് പിന്നീട് മറ്റു രാജ്യങ്ങൾക്കും തങ്ങളുടെ പണം കൊടുത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം എന്നുള്ളൊരു നിലയ്ക്കായപ്പോഴാണ് ഇന്ത്യ ചെയ്ത മാതൃക മറ്റു രാജ്യങ്ങളും പിന്തുടർന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇപ്പോഴാണ് ഇറാഖിന്റെ ഒരു വരവാണ്. അതായത് ഇറാഖ് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ സത്യത്തിൽ ഇന്ത്യക്ക് ഇത് വലിയ ആഹ്ലാദം തന്നെയാണ്. അതായത് ഇനിയിപ്പോ റഷ്യ എന്തെങ്കിലും കാരണവശാൽ റഷ്യ പോയാലും റഷ്യയിൽ നിന്ന് നമുക്ക് എണ്ണ വാങ്ങാൻ കഴിഞ്ഞില്ല, നമ്മളെ സഹായിക്കാൻ ഇറാഖ് ഉണ്ട്, സൗദിയിൽ നിന്ന് പോലും നമുക്ക് എണ്ണ വാങ്ങണ്ട.